ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മൾ പഴയ ബ്ലാങ്കറ്റ് വെച്ചിട്ട് നല്ലൊരു സോഫ്റ്റ് ടോയ് ഉണ്ടാക്കുകയാണ് ചെയ്യണത്. ഇതിനായിട്ട് ഞാൻ A4 ഷീറ്റിൽ അതിനുള്ള പാറ്റേൺ വരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പാർട്ട് ടോയുടെ ഹെഡ് പോർഷനാണ്. ആ ഒരു ഷേപ്പിൽ വരച്ചെടുത്ത് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 2 പീസാണ് നമുക്ക് വേണ്ടത്. ഇനി ചെവിയുടെ ആ ഒരു ഭാഗം വരുന്നതാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ഒരു ഷേപ്പിലായിട്ടാണ് നമ്മൾ ചെവി കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് 4 പീസാണ് വേണ്ടത്. ഇനി കൈയുടെ ഭാഗം വരുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. കൈ നിങ്ങൾക്ക് ഒന്നും കൂടെ വലുതാക്കി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഷേപ്പ് 4 പീസാണ് വേണ്ടത്. ഇനി കാലിൻ്റെ പോർഷനാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോണത്. കൈയുടെ സെയിം പാറ്റേൺ തന്നെ കാലിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 2 പീസാണ് വേണ്ടത്. ഇനി ചെറിയ കൊമ്പിന് വേണ്ടി നമ്മളൊരു ചെറിയ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് 2 പീസ് വേണം. ഇനി മെയിൻ ബോഡി പാർട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിനായി ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. അത് വലുതാക്കി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 പീസാണ് വേണ്ടത്, ബാക്ക് സൈഡും അതുപോലെ ഫ്രണ്ട് സൈഡിനും വേണ്ടിയിട്ട്. ഇനി കട്ട് ചെയ്ത് വെച്ച ഭാഗങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ ചെവിയുടെ ആ ഒരു ഭാഗമാണ് എടുത്തിട്ടുള്ളത്. 4 പീസ് ഉണ്ടായിരിക്കും. അതിൽ 2 എണ്ണം ബ്ലാങ്കറ്റിൻ്റെ ആ ഒരു പോർഷനും 2 എണ്ണം പഴയൊരു ബനിയൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ 2 എണ്ണം വെച്ചിട്ട് അതിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്കാക്കി വെച്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. ഇത് അകപ്പുറം മറച്ച് വെച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇനി കൊമ്പിൻ്റെ ആ ഒരു വശമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അത് കോണാക്കി മടക്കി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു വശം, ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി അത് അകപ്പുറം മറിച്ച് സെറ്റാക്കി വെക്കുക. ഇനി ഹെഡ് പോർഷൻ എടുക്കുക. അത് നമ്മൾ 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം നമ്മൾ എടുത്തിട്ട് അതിലേക്ക് മുന്നേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചെവിയുടെ ഭാഗം ഇതുപോലെ മടക്കിയിട്ട് ആ ഒരു നല്ല വശത്ത് തന്നെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മറ്റേ ചെവിയും അതുപോലെ തന്നെ കറക്റ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി മുന്നേ കൊമ്പിൻ്റെ പോർഷൻ തയ്യാറാക്കി വെച്ചത് നമ്മൾ ചെവി വെച്ച് കൊടുത്തതുപോലെ തന്നെ ഈ ഒരു കൊമ്പ് ആ ചെവിയുടെ അടുത്തായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഹെഡിൻ്റെ രണ്ടാമത്തെ പോർഷൻ ഇതുപോലെ ഉള്ളിലേക്ക് വരുന്ന നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് അത് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ ഉൾവശം ഇതുപോലെ മറിച്ചിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹെഡ് പോർഷൻ കിട്ടും. ഇനി ഈ ഒരു ഷേപ്പിൽ വരുന്ന കാലിൻ്റെ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഒരു ഭാഗം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഫുള്ളായി സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ഓപ്പൺ ഭാഗമുണ്ട്. ആ ഒരു ഭാഗം നമ്മൾ അകപ്പുറം മറിച്ചെടുത്തിട്ട് അതിൽ കോട്ടൺ ഫില്ല് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി കൈയുടെ ആ ഒരു പോർഷനാണ് എടുത്തിട്ടുള്ളത്. അത് 4 പീസസ് ഉണ്ടായിരിക്കും. അത് ഇതുപോലെ നമ്മൾ നല്ല ഭാഗം ഉള്ളിലേക്കാക്കി വെച്ച് ഇങ്ങനെ ഈ ഒരു വശം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അത് അകപ്പുറം മറിച്ചതിന് ശേഷം അതിൽ കോട്ടൺ ഫില്ല് ചെയ്തിട്ട് വെക്കുക. ഇനി മെയിൻ ബോഡി പാർട്ട് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഒരു പോർഷൻ എടുത്ത് അതിൻ്റെ നല്ല വശത്ത് ഇതുപോലെ കാല് വെച്ച് കൊടുത്ത് ഇതാ ഇങ്ങനെ വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ കൈയുടെ ഭാഗം ഈ ഒരു രീതിയിൽ വെച്ച് നോക്കി അതിനെ തിരിച്ചിട്ട് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ബോഡിയുടെ സെക്കൻഡ് പാർട്ട് വരുന്നത് ഇതുപോലെ 2ൻ്റെയും നല്ല വശങ്ങൾ ഉള്ളിലേക്കാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അതിൻ്റെ 2 കൈയും കാലും ഉള്ളിലേക്കാവുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. ഇതുപോലെ ശേഷം കഴുത്തിൻ്റെ ഭാഗം ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
കാണുമ്പോൾ ഒരു പ്രയാസം പോലെ തോന്നുമെങ്കിലും ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് ഇനി നമ്മൾ കോട്ടൺ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അത് മാറ്റി വയ്ക്കുക. ഇനി ഹെഡിൻ്റെ പോർഷൻ എടുത്ത് നമ്മൾ അതിലും കോട്ടൺ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ ഇനിയും കോട്ടൺ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചുകൂടെ കോട്ടൺ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫേസിൻ്റെ ആ ഒരു ഭാഗത്തേക്കുള്ള ഒരു പാറ്റേൺ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു കളറിലാണ് ഞാൻ ആ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. ഇത് ഒരു പഴയ ലെഗിങ്സിൻ്റെ ഒരു ഭാഗമാണ്. ഇനി ഈ ഒരു രീതിയിൽ തുന്നിയെടുത്തതിന് ശേഷം അതിൽ കോട്ടൺ ഫില്ല് ചെയ്തിട്ട് ഫേസിൽ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആദ്യം ഫേസിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം കോട്ടൺ ഫില്ല് ചെയ്തിട്ട് ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്താലും മതിയാവും. ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി കണ്ണ്, മൂക്ക്, വായ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് കണ്ണുകൾ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുത്താലും മതിയാവും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തുന്നിയെടുത്തിട്ടുള്ളത്. ഇനി വാലിൻ്റെ പോർഷന് നീളത്തിലുള്ളൊരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൈയുടെ ആ ഒരു ഭാഗം ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പഴയ ക്ലോത്ത് വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ടോയ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്